നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവസരത്തിന് തീർത്തൂടായിരുന്നോ രണ്ടിനെ? അല്ല, എന്താ തോക്കെടുത്തപ്പോ കൈവിറച്ചോ? അതോ ചേച്ചിയോടുള്ള സ്നേഹം കൂടിയോ? അതൊന്നുമല്ല. ചേച്ചി കുറച്ചുകൂടി ജീവിച്ചിരിക്കേണ്ടതേ നമ്മുടെ ആവശ്യം. എന്നാ പിന്നെ ആ മറ്റവളെ തീർക്കായിരുന്നില്ലേ ദർശനയെ? എനിക്കിപ്പോ ജയിലിൽ പോകാൻ നേരമില്ല. അവരെ കൊല്ലുന്നതിന് മുമ്പ് കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുഴുവൻ സ്വത്തുക്കളും ഈ പവിത്രന്റെ പേരിൽ വരാനായാലും അതിനേക്കാൾ വലിയ കമ്പനി ബാംഗ്ലൂരിൽ നമുക്ക് തുടങ്ങാനായാലും നമുക്ക് കുറച്ചുകൂടി സമയം വേണം. അതുവരെ അവരുടെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തതാ. എന്റെ ഒരു ഔദാര്യം. ഇതിനെ അങ്ങനെ കണ്ടാ മതി. പിന്നെ എന്തിനാ അച്ഛൻ അമ്മയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയത്? അബദ്ധത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? കണ്ടോ, നീ പോലും എന്റെ അഭിനയം സത്യമാണെന്ന് വിശ്വസിച്ചു. എടിമോളെ, അതെന്റെ ഒരു സെന്റിമെന്റൽ പ്ലേ ആയിരുന്നു. അതിൽ ചേച്ചി വീഴുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം തകർത്തത് അവനാ, ആ രൂപേഷ്. അവൻ അന്നേരം അവിടെ ബോധം കെട്ട് വീണില്ലായിരുന്നെങ്കിൽ നമ്മളോട് ഇവിടെ തന്നെ തുടരാൻ ചേച്ചി പറഞ്ഞനെ. അതിന് ദർശനം മനഃപൂർവ്വം രൂപേഷിനെ കൊണ്ട് കളിപ്പിച്ച കളിയാ ആ ബോധം കെടൽ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാനിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കും. പക്ഷേ തൽക്കാലം നമുക്കിവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. ഇപ്പൊ അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല.